ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശൗര്യയജ്ഞത്തിന്റെ 180 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി ഗീതാജി നായർ കാഞ്ഞങ്ങാടാണ്. നമ്മുടെ ഒരു കോർഡിനേറ്റർ ശോഭാ ശങ്കർ മഞ്ചേരിയാണ്. ഇന്ന് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് ശ്രീമതി ജിഷ കെ നായർ തിരുവനന്തപുരമാണ്. ജിഷ സായിരാം. ജിഷ ശോഭാ ശങ്കർ ഓങ്കാരം ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് ഭഗവാന്റെ വാണി വായിക്കുക. അത് കഴിഞ്ഞിട്ട് സ്വയം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം കേട്ടോ. സായിരാം. താങ്ക് യു സോ മച്ച്. സായിരാം. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. സായിരാം ജിഷ. ഞാനിവിടെ 3 ഓങ്കാരവും 3 സായി ഗായത്രിയും ജപിക്കുന്നതാണ്. അതിനുശേഷം ജിഷ വീഡിയോ ഓൺ ചെയ്ത് സ്വാമിയുടെ വാണി വായിക്കുകയും അനുഭവങ്ങൾ പറയുകയും ചെയ്യുക. അതിനുശേഷം സ്വാമിയുടെ പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. ശേഷം ഭജനപ്പാട്. സായിരാം. ഓ ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ജിഷാനി വാണി വായിച്ചോളൂ. സായിരാം. എന്റെ പേര് ജിഷ കെ നായർ. പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. പ്രാർത്ഥന ഭഗവാന്റെ ദൗർബല്യവും. എനിക്ക് സ്വാമിയെ സ്നേഹിക്കാൻ കഴിയണം സ്വാമി എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ആ ഒരു പ്രാർത്ഥനയോട് കൂടിയാകട്ടെ ഇന്നത്തെ സായി വാണി. എല്ലാവർക്കും ഉള്ളു നിറഞ്ഞ സായിരാം. ആര് നമ്മളെ മറന്നാലും സായി മാത നമ്മെ മറക്കില്ല ഒരിക്കലും. അതുതന്നെയാണ് നമ്മുടെ രക്ഷയും സുഹൃതവും. പല ലക്കം സനാതന സാരഥികളിലായി സ്വാമി നമ്മളോട് സംവദിച്ച കുടുംബ ഐശ്വര്യത്തിന്റെ രഹസ്യം എന്ന തലക്കെട്ടിലെ ചില തിരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ എഡിസൺ കുട്ടിക്കാലത്ത് ഒരു സ്ലോ ലേണർ ആയിരുന്നത് കൊണ്ട് സ്കൂളിൽ നിന്നും TC കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെ അധ്യാപകർ അമ്മയ്ക്ക് കത്തയച്ചു. ബുദ്ധി കുറവായതുകൊണ്ട് എഡിസനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം. എന്നാൽ ആ അമ്മ മകന് ആ കത്ത് ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചു. എന്റെ മോൻ മിടുക്കനായതുകൊണ്ട് മോനെ മറ്റൊരു മികച്ച സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം. അമ്മ മകന്റെ സ്കൂളും മാറ്റി എല്ലാ പ്രവർത്തികൾക്കും പിന്തുണയും നൽകി. മോശമായ വിദ്യാർത്ഥിയെ മെച്ചപ്പെടുത്താനുള്ള കഴിവ് അധ്യാപകൻ ഇല്ലാതായപ്പോൾ അത് അമ്മയ്ക്ക് സാധിച്ചു. അങ്ങനെ എഡിസൺ മികച്ച ശാസ്ത്രജ്ഞനായി. ഒരു സാധാരണ അമ്മയ്ക്ക് ഇത്രയും സാധ്യമായാൽ സായി മാതാക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല. കുന്തി ദേവിയെയും നല്ല ഒരു അമ്മയായി സ്വാമി പറയുന്നു. സദാ അവർ പുത്രന്മാരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും കുന്തി ദേവി പിന്തിരിഞ്ഞില്ല. അമ്മയുടെ സാമീപ്യം അവരെ നല്ലവരാക്കി. അമ്മയുടെ സ്നേഹവും ശാസനയും മക്കളുടെ നല്ല വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അമ്മയുടെ അനുഗ്രഹം കിട്ടാത്തവന് എങ്ങനെ ഈശ്വരാനുഗ്രഹം ലഭിക്കും? ഇന്നത്തെ പല അമ്മമാരും ആഴ്ന്നിറങ്ങി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഇത്. ഒരു വെയിൽ. അച്ഛനും 2 മക്കളും വയലിൽ കഠിനാധ്വാനത്തിലാണ്. ഇത് കണ്ട അയൽവാസി ചോദിച്ചു, ആവശ്യത്തിന് ധനമുണ്ടല്ലോ, കുട്ടികളെയും വെയിൽ കൊള്ളിച്ച് പണിയെടുപ്പിക്കേണ്ട കാര്യമുണ്ടോ? വിയർപ്പ് തുടച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, കൃഷി വലുതാക്കാനല്ല എന്റെ ശ്രമം, എന്റെ മക്കളെ വലുതാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്.
പത്തായത്തിൽ നെല്ല് എങ്ങനെ നിറയുന്നു എന്നവർ അറിയണം. അല്ലെങ്കിൽ അധ്വാനിക്കാതെ ലഭിക്കുന്ന പണം അവർ ദൂർത്തടിക്കും. കുട്ടികളെ അവർക്കാകുന്ന ജോലികൾ ചെയ്യിച്ചു തന്നെ വളർത്തണം. അവരുടെ വളർച്ചയ്ക്കായി നാം എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവരറിഞ്ഞാൽ ഒരിക്കലും വിഷമതകൾ ഉണ്ടാകില്ല, പരസ്പര ബഹുമാനവും നഷ്ടമാകില്ല. മാതാപിതാക്കളുടെ വിലയും നിലയും മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതും അമ്മയാണ്. അച്ഛനെ ആദരിക്കാനും തങ്ങൾക്ക് കിട്ടുന്നതൊക്കെ സഹോദരങ്ങളുമായി പങ്കിടണമെന്നും അമ്മ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ഭക്ഷണം ഒരുമിച്ചിരുന്ന സന്തോഷത്തോടെ പങ്കിട്ടു കഴിക്കുന്ന സഹോദരങ്ങൾ സ്വത്തും വഴക്കില്ലാതെ പങ്കിടുമെന്നത് ഉറപ്പാണ്. പ്രായോഗികമായി മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നത് അമ്മമാർക്ക് മാത്രമാണ്. തന്റെ മക്കളോട് ഒരു അച്ഛന് ചെയ്യാവുന്ന ഏറ്റവും മഹത്വമേറിയ കാര്യം അവരുടെ അമ്മയെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നതാണ്. അത് കണ്ടും മനസ്സിലാക്കിയും കുട്ടികൾ വളരണം. മാതാപിതാക്കളുടെ പ്രാധാന്യം അവർ തന്നെ മക്കളെ മനസ്സിലാക്കി കൊടുക്കണം. എന്റെ മക്കളെ ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തി എന്ന് പറയുന്നത് ഭൂഷണമല്ല. ഇല്ലായ്മ ഒരു യാഥാർത്ഥ്യമാണ്. അത് മറികടക്കാനുള്ള കരുത്താണ് കുട്ടികൾക്ക് നാം പകർന്നു കൊടുക്കേണ്ടത്. ആത്മവിശ്വാസമായിരിക്കണം ഏറ്റവും വലിയ ധനം. മാതാപിതാക്കളുടെ കൂടെ മക്കൾ കിടന്നുറങ്ങുന്ന ബാല്യകാലം സുവർണകാലമാണ്. അങ്ങനെ അമ്മയുടെ ചൂടുപറ്റി കിടക്കുന്ന കുഞ്ഞിന് നല്ല കഥകൾ രസകരമായി പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് അതിൽ നിന്ന് ഒരു ആശയം കിട്ടണം. വെറുതെ ചിരിപ്പിക്കുന്ന കഥകൾ ഒരു കാർട്ടൂൺ ചാനലിന്റെ ഗുണമേ ചെയ്യുകയുള്ളൂ. കഥയുള്ള കഥകൾ കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകുന്ന കുട്ടിയിൽ ഊറിക്കൂടുന്ന സംസ്കാരം അല്ലെങ്കിൽ വാസന അവനെ ഒരു കവചം പോലെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കും. സ്ത്രീ സുതേ സ്ഥായതി അസ്യാം ഗർഭഃ. സ്ത്രീ എന്നാൽ പ്രസവിക്കുന്നവൾ. മാതി ഇതി മാതാ. മാതാ സർവഭൂത നിർമാത്രി. മാതാവെന്നാൽ അളക്കുന്നവൾ. എങ്ങനെ കുട്ടികളെ അളക്കും? കുട്ടികളുടെ ശാരീരിക മാനസിക ന്യൂനതകൾ അളന്ന് പരിഹാരം കണ്ടെത്തിയാൽ മാതൃധർമ്മം പൂർത്തിയാകും. മഹാഭാരതത്തിൽ ധർമ്മയുദ്ധത്തിന് മക്കളെ തിലകം ചാർത്തി അയക്കുന്ന വീരമാതാക്കളെ കാണാം. പണ്ട് കല്യാണിലെ സുബേദാറിനെ ഛത്രപതി ശിവജി യുദ്ധത്തിൽ തോൽപ്പിച്ചു. അദ്ദേഹം വിശ്രമിക്കുമ്പോൾ സൈന്യാധിപൻ എത്തി അറിയിച്ചു, അങ്ങയ്ക്ക് മഹത്വമേറിയ ഒരു രത്നം കൊണ്ടുവന്നിട്ടുണ്ട്, അത് അങ്ങ് സ്വീകരിക്കണം. ശിവജി കണ്ടത് അതിസുന്ദരിയായ ഒരു യുവതിയെയാണ്. ശിവജി തോൽപ്പിച്ച സുബേദാറിന്റെ മരുമകളായിരുന്നു അത്. ശിവജി പറഞ്ഞു, അമ്മേ ക്ഷമിക്കണം, ഇത് ഭാരതം. ഇവിടെ സ്ത്രീകൾ മാതൃതുല്യകളാണ്. നോട്ടം കൊണ്ടുപോലും ഇവിടെ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുകയില്ല. അവരെ സുരക്ഷിതയായി അദ്ദേഹം അവരുടെ വാസസ്ഥലത്ത് എത്തിച്ചു. ഇത്തരം വാക്കുകൾ പറയാനുള്ള സംസ്കാരം ശിവജിക്ക് പറഞ്ഞു കൊടുത്തത് അമ്മ ജീജാബായി ആയിരുന്നു. ഏതൊരു മഹാത്മാവിന് പിന്നിലും ഒരമ്മയുടെ തപസ് നമുക്ക് കാണാം. രുക്മിണി ദേവിയുടെ തപഫലമാണ് വിനോബാജി. ആര്യ അന്തർജനത്തിന്റെ തപഫലമാണ് ശ്രീശങ്കരൻ. ചന്ദ്രമണി ദേവിയുടെ തപഫലമാണ് ശ്രീരാമകൃഷ്ണദേവൻ. ഈശ്വരാംബ ഇല്ലായിരുന്നു എങ്കിൽ ഈ അവതാരം എങ്ങനെ സംഭവിക്കുമായിരുന്നു? ഈശ്വരാനുഗ്രഹമാണ് സൽസന്താനത്തിനായി ആദ്യം വേണ്ടത്. മാതാപിതാക്കളുടെ ഹൃദയമാണ് മക്കളുടെ പ്രഥമ ഗർഭപാത്രം. അവിടെ ധർമ്മമുണ്ടെങ്കിൽ ഉറപ്പാണ് സൽസന്താനങ്ങൾ അവർക്കുണ്ടാകും. ധർമ്മം എങ്ങനെ ഉണ്ടാകും? ധർമ്മസ്വരൂപനായ ഈശ്വരനെ ഹൃദയത്തിൽ കുടിയിരുത്തുന്നതിലൂടെ ധർമ്മം ഉണ്ടാകും. മാതാപിതാക്കളുടെ ശരിയായ ജീവിതചര്യയിലൂടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേർവഴി നയിക്കാനാകും. ചാണക്യൻ സരസമായി ഉപദേശിക്കുന്നു, ലാളയേത് പഞ്ചവർഷാണി ദശവർഷാണി താടയേത് പ്രാപ്തേ തു ഷോഡശേ വർഷേ പുത്രം മിത്രവത് ആചരേത്. ആദ്യ 5 വർഷം നാം മക്കളെ വളരെ പരിലാളനയോടെ വളർത്തണം. 10 വർഷം വരെ ശാസനയോടെ വളർത്തണം. 16-ലെത്തിയാൽ മിത്രതുല്യമായി കരുതണം. മിത്രം എന്നാൽ പ്രമീതേ മരണാത് ത്രായതേ, അതായത് ഏത് ദുഃഖത്തിൽ നിന്നും നമ്മെ പിടിച്ചു കയറ്റുന്നയാൾ എന്നർത്ഥം. നമ്മുടെ കുഞ്ഞ് ആരാകണം എന്നല്ല, നല്ലവരാകണം എന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നന്മയുള്ളവൻ നല്ല സ്ഥാനങ്ങളിൽ എത്തുമെന്നത് നിശ്ചയമാണ്.
ജയ് സായിറാം. കിരൺ ജിഷ അനുഭവങ്ങൾ പറഞ്ഞോളൂ. ജിഷ ഒന്ന് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ കേട്ടോ. സായിരാം. എല്ലാവർക്കും സായിരാം. എൻ്റെ പേര് ജിഷ കെ നായർ. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. കെമിസ്ട്രി ആണ് എൻ്റെ വിഷയം. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ഞങ്ങള് നെയ്യാറ്റിൻകര സമിതിയിലെ അംഗങ്ങളായിരുന്നു. ഇപ്പോ കഴിഞ്ഞ വർഷത്തെ ട്രാൻസ്ഫറിൽ എനിക്ക് പാലക്കാട് പെരുമാട്ടി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി. അതിനോടനുബന്ധിച്ച് ഞങ്ങളിപ്പോ പാലക്കാട് ചിറ്റൂരാണ് താമസിക്കുന്നത്. ഇന്നലെ പറഞ്ഞ സാറും പാലക്കാട് ചിറ്റൂരിലുള്ള രണ്ടാൾക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങളിപ്പോ പാലക്കാട് ചിറ്റൂർ സമിതിയിലാണ് എല്ലാ വ്യാഴാഴ്ചയും പോകുന്നത്. ഇനി ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടില് ഞാൻ സന്ധ്യാനാമമൊക്കെ ജപിച്ചിരുന്നത് അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലാണ്. ക്രമേണ ഞാൻ അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെയായി എല്ലാ ദേവി ദേവന്മാരുടെയും ഫോട്ടോകൾ നിറച്ചു വെച്ചു. എൻ്റെ അമ്മയുടെ സഹോദരൻ അമ്മാവൻ, പിന്നെ അമ്മയുടെ ചേച്ചി വല്യമ്മയുടെ മോളും കുടുംബവും ഉത്തമ സായി ഭക്തരായിരുന്നു. അവരിൽ നിന്നാണ് ഞാൻ സ്വാമിയെ കുറിച്ച് അറിയുന്നത് തന്നെ. അവർ സ്ഥിരമായി പുട്ടപ്പർത്തിയിൽ പോകുന്നവരായിരുന്നു. വീട്ടിൽ ഭജന സംഘടിപ്പിക്കുന്നവരുമായിരുന്നു. എന്നാൽ എൻ്റെ വീട്ടിൽ ആരും പ്രത്യക്ഷത്തിൽ സ്വാമി ഭക്തരല്ലായിരുന്നത് കൊണ്ട് തന്നെ ഇതിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ അമ്മാവനും ഈ വല്യമ്മയുടെ മകളും ഒക്കെ പുട്ടപ്പർത്തിയിൽ പോയ ശേഷം വിഭൂതിയും സ്വാമിയുടെ ഫോട്ടോസും കലണ്ടറും ഡയറിയും ഒക്കെ എനിക്ക് ഗിഫ്റ്റായി തരാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭജനയുടെ വിശേഷങ്ങളും പുട്ടപ്പർത്തിയിലെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മറ്റാരും പ്രത്യക്ഷത്തിൽ സായി ഭക്തരല്ലെങ്കിലും സ്വാമിയുടെ ഫോട്ടോ പൂജാമുറിയിൽ വയ്ക്കുന്നതിനോട് അച്ഛൻ ഉൾപ്പെടെ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ഓരോ ദിവസവും സന്ധ്യാനാമ ജപത്തിൽ ഓരോ ദേവീ ദേവന്മാരുടെ മന്ത്രങ്ങൾ പറഞ്ഞ് അർച്ചന ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോകൾ കിട്ടി തുടങ്ങിയതോടെ ഏതാണ്ട് ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ വ്യാഴാഴ്ചകളിൽ കൃഷ്ണനും ഹനുമൻ സ്തോത്രങ്ങളും ജപിച്ചിരുന്ന ഞാൻ സായി അഷ്ടോത്തരവും സായി സ്തവവും ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ കാലം കടന്നുപോയി. വിവാഹമായപ്പോൾ ഹസ്ബൻഡ് സ്വാമി ഭക്തൻ അല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സ്വാമിയുടെ അഷ്ടോത്തരം ചൊല്ലാൻ സന്നദ്ധരായി. വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം ഞങ്ങൾ UAE-യിലായിരുന്നു. അവിടുത്തെ പൂജാ കോർണറിൽ, അവിടെ വളരെ ചെറിയ ഒരു വീടായിരുന്നു, ആ വീടിന്റെ ഒരു റൂമിൽ ഒരു സൈഡ് ഞങ്ങൾ പൂർണ്ണ പൂജാ കോർണർ ആയിട്ട് സെറ്റ് ചെയ്തിരുന്നു. ആ പൂജാ കോർണറിൽ സ്വാമിയുടെ ഒരു ചെറിയ കലണ്ടർ, അതാണ് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അന്ന് തുടങ്ങിയ ആരാധന ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഇപ്പോ ഞങ്ങളുടെ വീട് മുഴുവനും സ്വാമിയുടെ ഫോട്ടോസാണ്. ഇപ്പോൾ അതിൽ ഞങ്ങളുടെ മക്കളായ ദേവി കൃഷ്ണയും ജ്യോതിർമയിയും കൂടെ ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും ഒരു സമിതിയിൽ ഞങ്ങൾ അംഗമാകുന്നത് 2015-ലാണ്. രണ്ടാമത്തെ മകൾ ജ്യോതിർമയി പറയുന്നത് പോലെ അവൾ ജനിച്ച ശേഷം, മോൾ ജനിച്ചത് 2014 ഒക്ടോബറിലാണ്. പിന്നെയും 4 വർഷം കാത്തിരുന്ന ശേഷമാണ് ഞങ്ങളെ സ്വാമി പുട്ടപ്പർത്തിയിലേക്ക് വിളിക്കുന്നത്. പിന്നെ ഒരു തവണ കൂടി പോകാനേ കഴിഞ്ഞിട്ടുള്ളൂ. സ്വാമിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്വാമി എപ്പോഴും നമ്മുടെ ഒപ്പം ഉള്ളതായി തോന്നാറുണ്ട്. അതിന്റെ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഈയിടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു യോഗ മെഡിറ്റേഷൻ ക്ലാസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഗൈഡഡ് മെഡിറ്റേഷൻ ആയിരുന്നു അത്. അതിന്റെ അവസാനം ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഗുരുജി തരുന്ന ഇൻസ്ട്രക്ഷൻ, കണ്ണടച്ചിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കും ആകാശത്തിനും ഇടയിലുള്ള ആ ശൂന്യമായ സ്ഥലം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ്. അങ്ങനെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ശൂന്യത കാണാൻ കഴിഞ്ഞില്ല. അവിടെ സ്വാമി നിറഞ്ഞു നിൽക്കുന്നു. സ്വാമിയുടെ തൃക്കരങ്ങൾ എന്റെ തലയിൽ അനുഗ്രഹം ചൊരിഞ്ഞ് പതിച്ചു വെച്ചിരിക്കുന്നു. ഇതെന്റെ തോന്നലാണോ? സ്വാമി എന്നെ മാത്രമാണോ അനുഗ്രഹിക്കുന്നത് എന്നറിയാനായി ഞാൻ കണ്ണടച്ച് തന്നെ എല്ലാവരെയും ഓർത്തു നോക്കി. അവിടെയെല്ലാം ഇതേ കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു.
ഇതെന്റെ തോന്നലാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, ഈ ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ഓരോ ദിനവും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഏതാണ്ട് 2 വർഷം മുമ്പ് ഹസ്ബൻഡിന് ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. വളരെ മോശം അവസ്ഥ. സ്കൂട്ടറിന്റെ അവസ്ഥയും ഹസ്ബൻഡിന്റെ അവസ്ഥയും വളരെ മോശമായിരുന്നു. വളരെ മോശം അവസ്ഥയിൽ ട്രിവാൻഡ്രത്തെ ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ ന്യൂറോ ICUവിൽ ഹസ്ബൻഡ് അഡ്മിറ്റ് ആയി. ഞാനായിരുന്നു കൊറോണ ടെസ്റ്റഡ് ബൈസ്റ്റാൻഡർ. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാം. അന്ന് ഞങ്ങൾ നെയ്യാറ്റിൻകര സമിതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിന്റെ ആരോഗ്യപൂർണമായ തിരിച്ചുവരവിനായി നമ്മുടെ സമിതി അംഗങ്ങൾ, പ്രത്യേകിച്ചും മഹിളകൾ, ഒരുമിച്ചും ഒറ്റയ്ക്കായും നടത്തിയ ഗായത്രി അർച്ചനകൾക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി വീണ്ടും ആശുപത്രിയിലോട്ട് വരാം. റൂം കിട്ടാത്തതിനാൽ ഞാൻ 4th ഫ്ലോറിലെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കും. ഹസ്ബൻഡിനെ ഒരു ദിവസം 2 പ്രാവശ്യം, അതും 1 മിനിറ്റ് വീതം മാത്രം കാണാൻ അനുവദിക്കും. അതും ആദ്യം അവർ പേര് വിളിക്കുമ്പോൾ 4th ഫ്ലോറിലെ സെക്യൂരിറ്റിയെയും ലിഫ്റ്റ് ഓപ്പറേറ്ററെയും ID കാണിച്ച് 6th ഫ്ലോറിലെ ICUവിന് മുന്നിലുള്ള ലിഫ്റ്റ് ഓപ്പറേറ്ററെയും സെക്യൂരിറ്റിയെയും ബോധ്യപ്പെടുത്തി ICUവിലെ നഴ്സിനെയും കൺവിൻസ് ചെയ്ത് ഞാൻ ഫ്രീ ഹാൻഡ് ആണെന്നും കാണിച്ചിട്ടേ ന്യൂറോ ICUവിനുള്ളിൽ എത്താൻ കഴിയും. അങ്ങനെ അഡ്മിറ്റ് ആയതിന്റെ അടുത്ത ദിവസം രാവിലെ ഞാൻ ഒരു തവണ ചെന്ന് ഹസ്ബൻഡിനെ കണ്ടു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ പരിചിതമായ ഒരു അമ്മ വന്നു. എന്റെ അടുത്തിരുന്നു. ഈ അമ്മ സ്വാമിയുടെ ആദർശങ്ങൾ ജീവിച്ചു കാണിക്കുന്ന ഒരു സത്സംഗിയാണ്. ഇപ്പോഴും എനിക്കറിയില്ല അമ്മയാണോ വന്നത് അതോ സ്വാമി അമ്മയുടെ വേഷത്തിൽ വന്നതാണോ എന്ന്. രണ്ടായാലും ഒന്ന് തന്നെ. അമ്മ പറഞ്ഞു, മക്കളെ, നമുക്ക് ഷിബുവിനെ ഒന്ന് കാണാം. ഷിബു എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. അതിനു മുമ്പ് അമ്മ ചില കുശലാന്വേഷണങ്ങളും സ്ഥിരം ഞങ്ങൾ കാണുമ്പോൾ ചെയ്യാറുള്ളത് പോലെ നടത്തി. അതാണ് എനിക്കിത് അമ്മയാണോ സ്വാമിയാണോ എന്ന് സംശയം വരാനും കാരണം. ഞാൻ അമ്മയോട് ന്യൂറോ ICUവിലെ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു എന്നും നമ്മുടെ ഹസ്ബൻഡിനെ കാണാനുള്ള ചാൻസ് കഴിഞ്ഞു എന്നും ഇനി വൈകിട്ടേ കാണാൻ കഴിയുകയുള്ളൂ എന്നും അറിയിച്ചു. നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞ് അമ്മ എന്നോട് വഴി കാണിക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞ എല്ലാ സെക്യൂരിറ്റി ഗാർഡ്സിനും മുന്നിലൂടെ അമ്മ എന്നെയും കൂട്ടി ന്യൂറോ ICUയുടെ മുന്നിലെത്തി. ഒരിടത്തും ചോദ്യവുമില്ല, ചെക്കിങ്ങുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ അദൃശ്യരായി ആണോ അവിടെ എത്തിയതെന്ന് ഞാൻ ആലോചിച്ചു. പണ്ട് കൃഷ്ണ ഭഗവാനെ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ കാവൽക്കാർ കാണാതിരുന്നു. ആ അവസ്ഥ എന്റെ ഉള്ളിൽ ഓർമ്മിച്ച് ഞാൻ അവിടെ നിൽക്കുന്നതിനിടയ്ക്ക് ഈ അമ്മ ന്യൂറോ ICU തുറന്ന് ഹസ്ബൻഡിന് അടുത്തെത്തി. ഗ്ലാസ് ഡോറിലൂടെ ഞാൻ കണ്ടത് അമ്മയെ നോക്കി ബാൻഡേജ് ഇട്ട കൈകൾ പൊക്കി ECGയുടെ കണക്ഷൻസ് വച്ചേക്കുന്ന നെഞ്ചിൽ തൊട്ട് ചുണ്ടനക്കി സായിരാം പറയുന്ന ഹസ്ബൻഡിനെയാണ്. ഹസ്ബൻഡിന്റെ അന്നത്തെ അവസ്ഥയിൽ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ അമ്മ അവിടെ നിന്ന് ഏതാണ്ട് 5-10 മിനിറ്റോളം ഹസ്ബൻഡിന്റെ തലയിലും ദേഹമാസകലവും തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അപ്പോഴൊന്നും നഴ്സ് യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല എന്നതും അതിശയമാണ്. അപ്പോഴേ എനിക്ക് ഉറപ്പായി ഇനി പ്രശ്നമൊന്നുമില്ല, എല്ലാം സ്വാമിയുടെ കയ്യിലാണ്, എല്ലാം ശരിയാകും. ഇത് ഹോസ്പിറ്റലിലെ അനുഭവം. ഇതിനിടയിൽ മറ്റൊരു കാര്യം, പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ കുടുംബ അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് ഞാൻ എത്തുമ്പോഴാണ് ഈ അപകട വാർത്ത ഞങ്ങൾ അറിയുന്നത്. ഈ പൂജയ്ക്ക് ഹസ്ബൻഡ് വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. വാർത്ത കേട്ട ഉടനെ എനിക്ക് മനസ്സിൽ തോന്നിയ ചിത്രം ഇതാണ്. എവിടെ വെച്ചാണ് അപകടം ഉണ്ടായതെന്നോ എങ്ങനെയാണ് സംഭവിച്ചതോ എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. വീട്ടുകാരെല്ലാം വളരെ കരഞ്ഞു, വളരെ ദുഃഖത്തിലാണ് എന്നോടിത് പറയുന്നത്. ഒരു ചെറിയ എന്തോ ഒരു അപകടം പറ്റിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ദൃശ്യം ഇതാണ്. നല്ല അഴുക്കുള്ള ഒരു കുഴിയിൽ സ്വാമി മുട്ടുകുത്തിയിരിക്കുന്നു. സ്വാമിയുടെ അങ്കിയിലൊക്കെ ചെളി പറ്റിയിരിക്കുന്നു. മുട്ടുകുത്തിയിരിക്കുന്ന സ്വാമി 2 കൈയും കുമ്പിൾ പോലെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതിനുള്ളിൽ നമ്മൾ ഒരു ഗ്ലോബ് വീഴാതെ പിടിക്കുന്നത് പോലെ സ്വാമി ഹസ്ബൻഡിന്റെ തല തന്റെ കൈക്കുള്ളിൽ സുരക്ഷിതമായി പിടിച്ചിരിക്കുന്നു. ഹസ്ബൻഡിനെ ആക്സിഡന്റ് സ്പോട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി
എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തു തന്ന നമ്മുടെ റിലേറ്റീവായ കിച്ചു ആണ് അടുത്ത ദിവസം എന്നോട് വിശദമായി കാര്യങ്ങൾ പറയുന്നത്. സ്കൂട്ടറിൽ നിന്നും തെറിച്ച് അടുത്ത ചെളി നിറഞ്ഞ ഓടയിലാണ് ഹസ്ബൻഡ് വീണു കിടന്നിരുന്നതെന്ന്. സ്കള്ളിലെ പൊട്ടലുകൾ കണ്ട ഡോക്ടേഴ്സ് ജൂനിയേഴ്സിനോട് പറയുന്നത് ഞാനും കേട്ടു. ഈ പൊട്ടൽ അല്പം കൂടെ സിവിയർ ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ വഷളായേനെ. എക്സ്റേയിൽ നോക്കിയതിനു ശേഷം ഡോക്ടേഴ്സ് ജൂനിയേഴ്സിനോട് പറയുന്നതാണ്, റിബ്സിലൊക്കെ 7 പൊട്ടലുണ്ടായിരുന്നു ഹസ്ബൻഡിന്. ഈ റിബ്സിലെ പൊട്ടൽ അല്പം താണിരുന്നു എങ്കിൽ ഹാർട്ടിനും ലങ്സിനും ഒക്കെ പ്രശ്നമായേനെന്ന് ഡോക്ടേഴ്സ് എന്റെ മുന്നിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ പിന്നെ സ്വാമി തല കൈക്കുമ്പിളിലാക്കിയ കാഴ്ച സത്യമല്ലാതെ വരുമോ? പിന്നെ ഇനിയുമുണ്ട് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട്. ആ അമ്മ ഹോസ്പിറ്റലിൽ പോയ അന്നു തന്നെ അമ്മായിയുടെ മകന്റെ ഇടപെടലിലൂടെ നമുക്കൊരു റൂം കിട്ടി. ഞാനും അനിയനും റൂമിൽ, ഹസ്ബൻഡ് ICUവിൽ. റൂമിൽ സ്വാമിയുടെ പടവും വിഭൂതിയും വെച്ച് രാവിലെ അഗർബത്തി കത്തിച്ചു വെക്കും. അന്നേരം അനിയൻ തമാശയായി പറയുമായിരുന്നു, നീ ഇവിടെ ദീപാരാധനയൊക്കെ നടത്തുവാണെങ്കിൽ ഇവിടുത്തെ ഫയർ അലാറം മുഴങ്ങും, നിന്നെ അവര് വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അഗർബത്തി കത്തിച്ചു വെക്കുമായിരുന്നു. എന്റെ കയ്യിലെ വാച്ച് സ്വാമിയുടെ പടമുള്ള വലിയ ഡയൽ ഉള്ള വാച്ചാണ്. നമ്മുടെ സമിതി മുൻ കൺവീനർ അനിക്കുട്ടനും അമ്മയും ഒരിക്കൽ പുട്ടപ്പർത്തിയിൽ പോയി വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നതാണ് ആ വാച്ച്. ഞാൻ വിഭൂതി ചെറിയ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വാച്ചിന്റെ ഡയലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചാണ് ദിവസവും 2 നേരം ICUവിൽ കയറുന്നത്. ആ വിഭൂതി നഴ്സസ് ഒന്നും കാണാതെ ഹസ്ബൻഡിന് കൊടുക്കാൻ വച്ചേക്കുന്ന വെള്ളത്തിൽ ചേർക്കും. വാച്ചൂരി ഹസ്ബൻഡിന്റെ നെഞ്ചോട് ചേർത്ത് സ്വാമിയുടെ ചിത്രമുള്ള ഡയൽ ഹസ്ബൻഡിന്റെ നെഞ്ചിൽ വെച്ചു കൊടുക്കും. അങ്ങനെ സ്വാമിയുടെ ദർശനവും സ്പർശനവും അനുഗ്രഹവും എല്ലാം കൊണ്ട് ഹസ്ബൻഡ് ഇപ്പോഴും ആരോഗ്യവാനായി നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ പിന്നെ സ്വാമി നമ്മുടെ എല്ലാം തലയിൽ അനുഗ്രഹ ഹസ്തം വെച്ചിട്ടുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അനുഭവങ്ങൾ പറയാൻ എല്ലാവരെയും പോലെ ഒരുപാടുണ്ട്. പണ്ട് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ സ്വാമിയുടെ പടത്തിൽ നിന്ന് വിഭൂതി വരുന്നെന്നറിഞ്ഞ് ഇപ്പോൾ തെളിയിച്ചു തരാം കള്ളത്തരം എന്ന് പറഞ്ഞു ചാടി പുറപ്പെട്ട ഞാനാണ് നമ്മുടെ വീട്ടിൽ വിഭൂതി വന്നപ്പോൾ കണ്ണും മനസ്സും നിറഞ്ഞു തുളുമ്പാതിരിക്കാൻ കഷ്ടപ്പെട്ടത്. കണ്ണു നിറയും, ഇമോഷണൽ ആകും എന്ന പേടി കൊണ്ടും പിന്നെ സ്വാമി നിഷ്കർഷിച്ച പ്രധാന ക്വാളിറ്റിയായ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനുമാണ് ഈ അനുഭവങ്ങൾ എഴുതി വെച്ച് ഞാൻ മെക്കാനിക്കലായി വായിക്കാൻ ശ്രമിച്ചത്. എന്നിട്ടും ഞാൻ പരാജയപ്പെട്ടു. ആ ലോകമാതാവിന്റെ ചിറകിൻ കീഴിലെ സംരക്ഷണയിലാകണം ഇനിയുള്ള കാലവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മറ്റൊരു സന്തോഷ അനുഭവം കൂടി പറഞ്ഞു നിർത്താം. ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം കേരളത്തിന്റെ തെക്കേ അറ്റമായ തിരുവനന്തപുരത്തിന്റെ പാറശാലയിലായിരുന്നു. അവിടെ പ്രശസ്തമായ ഒരു മഹാദേവർ ക്ഷേത്രമുണ്ട്. രുദ്രയജ്ഞം നടക്കുമ്പോൾ നമ്മൾ കുട്ടികൾ അമ്മമാരോടൊപ്പം ക്യൂവിൽ വളരെ സമയം നിന്നാണ് യജ്ഞശാല വലം വെച്ച് തൊഴുന്നത്. അപ്പോഴെല്ലാം ചെവിയിൽ രുദ്രമന്ത്രങ്ങൾ മുഴങ്ങും. നാമജപം ഹരമായ ഞാൻ അറിയില്ലെങ്കിലും വെറുതെ ചഞ്ചമേ മയശ്ചമേ എന്നൊക്കെ ഒപ്പം ചെല്ലാൻ ശ്രമിക്കും. ഇപ്പോൾ സ്വാമിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ 2 മക്കളും ദിവസവും 1 നേരമെങ്കിലും അതേ മന്ത്രങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചൊല്ലാറുണ്ട്. അങ്ങനെ അവരിൽ നിന്നും ഞങ്ങളും പഠിച്ചു വേദം. ഒരിക്കലും നമുക്ക് പ്രാപ്യമല്ലെന്ന് കരുതിയ കാര്യം ഇന്ന് ഏറ്റവും വലിയ അസറ്റായി നമുക്ക് കൂടെ കിട്ടി. ആ വേദോദ്ധാരകന് കോടി കോടി പ്രണാമങ്ങൾ. നമ്മുടെ നെയ്യാറ്റിൻകര സമിതിയിൽ പോകാൻ കഴിഞ്ഞതു മുതൽ ഉണ്ടായ ആധ്യാത്മിക ജ്ഞാനം അവിടത്തെ വ്യാഴാഴ്ച സത്സംഗങ്ങളുടെ ഫലമാണ്. അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് നന്ദികേടാവും. ജ്ഞാനികളായ മുതിർന്ന അമ്മമാരും ബാലവികാസ് കുട്ടികൾക്കായി തനവും മനവും മറന്നു പ്രവർത്തിക്കുന്ന ബാലവികാസ് ഗുരുക്കന്മാരും സഹോദര തുല്യരായ മറ്റംഗങ്ങളും എല്ലാവരും നമ്മുടെ സമിതിയുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്. ഞങ്ങൾ കുടുംബസമേതം ബാലവികാസ് ആക്റ്റീവ് വർക്കർ പരീക്ഷ എഴുതിയതൊക്കെ മറക്കാനാകാത്ത അനുഭവങ്ങളാണ്. ഇതെല്ലാം നൽകിയ സായി മാതയ്ക്ക് ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സായിരാം. ജയ് സായിരാം. നന്നായിട്ടുണ്ടായിരുന്നു ജിഷ. താങ്ക് യു സോ മച്ച്. സായിരാം. സായിരാം.
కథలంతా చెప్తూ వచ్చాడు. He went on telling so many types of stories. అందులో పద్మవ్యూహాన్ని కూడా గురించి చెప్తూ వచ్చాడు. And he also described the Padma Vyuha. ఆ పద్మవ్యూహంలో ప్రవేశించేంత వరకు చెప్తూ వచ్చాడు. He went on telling as long as one could కృష్ణుడు enter. వచ్చాడు. In the meanwhile, Krishna came. కృష్ణుడు నటన సూత్రధారి. He is a tremendous actor. దైవం Krishna. ఏ ఒక్క విషయం నందుకు ఆ కాలంలో ఆ బ్రాహ్మణుడు అసన్నమాయ అన్నట్టు ఆ సమయానికి సరిగా ప్రసన్నుడవుతుంటాడు. So God comes in whenever it is needed and plays his role beautifully. అర్జున, Arjuna, ఎంత పొరపడుతున్నావోయి? what mistakes you are doing? వినేది సుభద్ర అనుకుంటున్నావా? కాదు కాదు. Do you think it's Subhadra who is listening? No, గర్భమందు no. ఉన్నటువంటి ఒక శిశువు నీ యొక్క కథనంతా వింటున్నాడు. The one who is in a womb, he is listening. The child is listening to you. ఆ కసిగంధకు ఈ పద్మవ్యూహాన్ని గురించి ఎందుకు నీవు చెప్తున్నావు Why are you telling that tender child about this? But come outside. అన్నాడు. తీసుకుని పోయాడు. And Krishna went away. కృష్ణుడికి ఎవరికి ఏ సమయంలో ఎక్కడ ఏ విధంగా జరగాలో తెలుస్తున్నాడు. Krishna knows at what time how to do it to everybody. కనుకనే ఆ పొయ్యేంత వరకు ప్రవేశించేంత వరకు తెప్పినారు. అదంత జ్ఞాపకం ఉంది. So he told him as far as he could enter it, and the child had it in its memory. తిరిగి లోపల బయటకు వచ్చే దాంట్లో తెలియదు. But he doesn't know how to get out of the view. అందులో కట్టుబడిపోయాడు. That's why he got caught up in it. కృష్ణుడు ఎందుకు ఇట్లా చేశాడు? Why did Krishna do this? అనగా వీర స్వర్గాన్ని పొందించే నిమిత్తమై. Because he had to attain the heaven of the hero. ജിഷ ഭജന പാടിക്കോളൂട്ടോ. സായിരാം. സായിരാം. മോള് ഭജന പാടും. ജ്യോതിർമയും ദേവി കൃഷ്ണയും മക്കളാണ്. സായിരാം. സായിരാം. अयोध्या विहारी श्री राम राम राम। अयोध्या विहारी श्री राम राम राम। द्वारका विहारी श्री कृष्ण कृष्ण कृष्णा। द्वारका विहारी श्री कृष्ण कृष्ण कृष्णा। सप्तगिरि विहारी गोविंद गोविंद। सप्तगिरि विहारी गोविंद गोविंद। निज भक्त हृदय विहारी श्री साईनाथ देवा। निज भक्त हृदय विहारी श्री साईनाथ देवा। अयोध्या विहारी श्री राम राम राम। द्वारका विहारी श्री कृष्ण कृष्ण कृष्णा। सप्तगिरि विहारी गोविंद गोविंद। निज भक्त हृदय विहारी श्री साईनाथ देवा। निज भक्त हृदय विहारी श्री साईनाथ देवा। अयोध्या विहारी श्री राम राम राम। ഓം ശ്രീ സായിരാം. ഓം ശ്രീ സായിരാം. സായി ഉപമ: നിങ്ങൾ ആഗ്രഹങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ സന്തോഷവും സന്താപവും അനുഭവിക്കുവാൻ തയ്യാറായിരിക്കണം. നിങ്ങൾ ഭോഗമാകുന്ന മന്ത്രിയെ ക്ഷണിക്കുകയാണെങ്കിൽ അയാളുടെ ഒപ്പം രോഗമാകുന്ന സെക്രട്ടറി കൂടെ വരും. അതിന് പകരം നിങ്ങൾ ത്യാഗമാകുന്ന മന്ത്രിയെയാണ് ക്ഷണിക്കുന്നതെങ്കിൽ അയാളുടെ കൂടെ യോഗം അഥവാ ധ്യാനം എന്ന സഹപ്രവർത്തകൻ കൂടി വരുന്നതിനാൽ ഭോഗമാകുന്ന സെക്രട്ടറിക്ക് തന്റെ യജമാനന്റെ മുന്നിൽ ചെറിയൊരു ഭാഗം മാത്രമേ ചെയ്യേണ്ടി വരികയുള്ളൂ. അതിനാൽ ത്യാഗമാകുന്ന മന്ത്രിയെ ക്ഷണിക്കുവാൻ ശ്രമിക്കുക. ജയ സായിരാം.
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. 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 സായിരാം.